വേടൻ ദളിത് വിഭാഗത്തിൽപ്പെട്ടവർക്ക് പഠിക്കാനുള്ള കഴിവില്ല എന്ന് പറഞ്ഞതിനോട് എന്താണ് അഭിപ്രായം? ഒന്നാമത് ദളിത് വിഭാഗം എന്ന് പറയുന്നത് സർക്കാർ ഉണ്ടാക്കുന്ന ഒരു ലിസ്റ്റാണ്. അതിനകത്ത് ഇന്ത്യ മൊത്തം നോക്കുകയാണെങ്കിൽ ഏതാണ്ട് 1500 1700 ജാതികൾ അതിനകത്തുണ്ട്. ഓക്കെ, 2000-ൽ പുറത്തുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. ഞാനൊരു കണക്ക് അതിൻ്റെ വെച്ചു. എന്നാലും ആയിരക്കണക്കിന് ജാതികളുള്ള ഒരു ഒരു എന്താ പറയുന്ന ഒരു ടാഗാണ് ഈ ദളിത്. അത്രയും ജാതികൾ അല്ലെങ്കിൽ അത്രയും വിഭാഗങ്ങളുള്ള ഒരു 10-25% വരുന്ന ജനങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ കഴിവ് കുറവാണ്, ശേഷി കുറവാണ് എന്നൊരുത്തൻ പറയുകയാണെന്നുണ്ടെങ്കിൽ അതേപോലെ ഒരു വിവരക്കേട് വേറെ ഇല്ല. മനുഷ്യരുടെ എല്ലാ വിഭാഗങ്ങളും, നിങ്ങൾ ഏത് ജില്ല ആയിക്കോട്ടെ, ഭാഷ ആയിക്കോട്ടെ, സംസ്ഥാനമായിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, മനുഷ്യര് എല്ലാ കൂട്ടങ്ങളിലും കഴിവുകൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത് ആക്ച്വലൈസ് ചെയ്യുന്ന കാര്യത്തിൽ വ്യത്യാസം ഉണ്ടാകും. ആക്ച്വലൈസ് ചെയ്യുന്നത് അത് പലതരം കാര്യങ്ങളെ അതിനെ ആശ്രയിച്ചിരിക്കും. പക്ഷെ കഴിവുകൾ ജനിതകമായോ ശാരീരികമായോ ഏതെങ്കിലും ഗ്രൂപ്പിന് കുറവാണ് എന്ന് പറയുന്നത് പക്ക റേസിസമാണ്. അതാണ് യഥാർത്ഥത്തിൽ, അതിനെയാണ് നമ്മൾ വംശവെറി എന്ന് പറയുന്നത്. നമ്മൾ വംശവെറി എന്ന് പറയുന്നത് വേറെ എന്തിനൊക്കെയാണ്. അതായത് ഏതെങ്കിലും ഒരു ഗ്രൂപ്പിന് ഏതെങ്കിലും ഒരു രീതിയിലുള്ള അഡ്വാൻറ്റേജ് ഉണ്ടെന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിന് ഏതെങ്കിലും രീതിയിലുള്ള പ്രശ്നമുണ്ടെന്നോ പറയുന്നത് സയന്റിഫിക് ആയിട്ടുള്ളത്. ഉദാഹരണമായിട്ട് ഇപ്പോൾ ഈ ബ്രിട്ടനിലെ രാജവംശത്തിന് അനീമിക് ആയിട്ടുള്ള ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അത് വേണമെങ്കിൽ നമുക്ക് തന്നെ പറയാം. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർമാരി ചെയ്ത് അവസാനം ആ ഒരു രാജാക്കന്മാർക്ക് എല്ലാവരും വിളർച്ചയുടേതായിട്ടുള്ള ഒരു പ്രശ്നം ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പൊ അതൊരു വസ്തുതയാണ്, അത് തെളിയിക്കാൻ കഴിയുന്നതാണ്. അതിനാണ് ഈ ശാരീരികമായ അല്ലെ ജനിതകമായ പാരമ്പര്യപരമായ എന്നുള്ളതിൽ നമ്മൾ ഉൾക്കൊള്ളിക്കേണ്ടത്. അല്ലാതെ ഇവിടെ ഇത്രയും വരുന്ന 10-25-30 അല്ലെങ്കിൽ കോടി വരുന്ന ജനങ്ങൾക്ക് ജനിതകപരമായ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ട് എന്നൊക്കെ പറയുകയാണെങ്കിൽ അവരൊക്കെ എത്ര വ്യത്യസ്തരായ ജനങ്ങളാണ്. ഇനി മാത്രമല്ല, ഈ SC/ST ലിസ്റ്റ് അല്ലെങ്കിൽ ദളിത് ലിസ്റ്റ് എന്ന് പറയുന്നത് ക്രമേണ വർദ്ധിച്ചു വന്നതാണ്. ആദ്യം ഇത്രയൊന്നുമില്ല, 100 കണക്കിൽ നിന്നാണ് 1000 കണക്കിലേക്ക് പോയത്. അപ്പോൾ അവരെന്താ പെട്ടെന്ന് ജനിതകമായി മാറിയോ? ഒരു കഴിവുകൾ കുറഞ്ഞോ? ഇതൊക്കെ എങ്ങനെ ഡിസ്കസ് ചെയ്യാൻ കഴിയുന്നു എനിക്കറിയില്ല. അത് പ്യുവർ റേസിസമാണ്, വംശവെറിയാണ്, അമാനവികമാണ്, അശാസ്ത്രീയമാണ്. അതൊരു എന്താണ് പറയുന്നത്, ബേസിക്കലി അത്രേ ഉള്ളൂ അതിനെക്കുറിച്ച്. അത് ആര് പറഞ്ഞു എന്നുള്ളതല്ല, നിങ്ങൾ ഇവിടെ ഒരു പേരെഴുതിയിരിക്കുന്നു. പക്ഷെ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റിനെയാണ് ഞാൻ യഥാർത്ഥത്തിൽ അഡ്രസ്സ് ചെയ്തിട്ടുള്ളത്. ഇത് ഞാൻ വർഷങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം. ഇതിന് സമാനമായിട്ട് വേണമെങ്കിൽ പറയാൻ ഇതാണ് പട്ടരിൽ പൊട്ടരില്ല എന്നുള്ളത്. പട്ടരിൽ ഒരുപാട് പൊട്ടന്മാരുണ്ട്, പട്ടരിൽ ഒരുപാട് മിടുക്കന്മാരും ഉണ്ട്, രണ്ടിനും ഇടയ്ക്ക് നിൽക്കുന്ന കഴിവുള്ളവരുണ്ട്. അത് എല്ലാ ജാതികളിലും ഉണ്ട്. ജൂതന്മാർ ഭയങ്കര കൂടിയ ബുദ്ധിയുള്ളവരാണ്, അങ്ങനെയൊന്നുമില്ല. ജൂതന്മാർ എല്ലാവരെയും പോലെ അവിടെ അപ്പുറത്തുള്ള അറബുകളെ പോലെ തന്നെയുള്ള സെറിബ്രൽ കപ്പാസിറ്റിയും മറ്റ് ശാരീരിക ശേഷിയൊക്കെ ഉള്ളവർ തന്നെയാണ്. അല്ലെങ്കിൽ യൂറോപ്പിൽ നിന്ന് വന്ന ജൂതന്മാരാണെങ്കിൽ യൂറോപ്പിലുള്ളവരുടെ ഇപ്പോൾ ഉള്ളവരുമായിട്ട് ബന്ധിച്ച് നോക്കുമ്പോൾ അതേ ലെവലിൽ നിൽക്കുന്നവരാണ്. പിന്നെ എങ്ങനെയാണ് നിങ്ങൾ എക്സസൈസ് ചെയ്യുന്നത്, അല്ലെ, നിങ്ങൾ എങ്ങനെയാണ് ആക്ച്വലി ചെയ്യുന്നത്, നിങ്ങൾ എങ്ങനെയാണ് കൺവേർട്ട് ചെയ്യുന്നത് എന്നുള്ളത് സാമൂഹ്യപരമായിട്ടും വ്യക്തിപരമായിട്ടും ഒരുപാട് ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കുകയാണ്. ജനിതകം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് തെറ്റാണ്. അത് തെറ്റാണെന്നുള്ളതിന് പ്രത്യേകിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കണ കാര്യം.